ചെറുതായിട്ട് ഉപ്പും കൂടിയുണ്ട് ഈ സംഭവം. ഹലോ ഗേസ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീരത്തോരനാണ്. ചീര നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. നല്ല കണക്കിന് ചളി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. കാണുമ്പോൾ നമുക്ക് ചളി ഉണ്ടെന്നൊന്നും തോന്നില്ല. കഴുകി വരുമ്പോഴാണ് നമുക്ക് അതിലുള്ള മണ്ണൊക്കെ കാണാൻ പറ്റുന്നത്. 2-3 പ്രാവശ്യം വൃത്തിയാക്കിയതിന് ശേഷം കേട്ടോ ഈ ചീര നല്ല വൃത്തിയായി വന്നത്. ഞാൻ പ്രോസസ്സിങ് കാണിച്ചു തരാം. അപ്പോൾ അതാ ഫസ്റ്റ് ടൈം നമ്മൾ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതാ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അത് കണ്ടില്ലേ, ചട്ടിൻ്റെ അടിയിൽ കണ്ടില്ലേ, നല്ല കണക്കിന് ചളി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ കണ്ടില്ലേ, ഊർന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ നല്ലോണം കുത്തി ഉലർത്തി എടുത്തുകൊണ്ടാണ് കേട്ടോ അടിയിലേക്ക് മണ്ണൊക്കെ പോയത്. അങ്ങനെ അത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതേപോലെ തന്നെ നല്ലോണം കുത്തി ഉലർത്തി തന്നെ എടുക്കണം. എന്നാലാണ് ചീരൻ്റെ മേലുള്ള മണ്ണെല്ലാം ഊർന്ന് താഴേക്ക് പോവുക. കണ്ടില്ലേ, രണ്ടാമത്തെ പ്രാവശ്യം കഴിയുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ അത്ര തന്നെ ചളിയില്ല കേട്ടോ. അടിഭാഗത്തുനിന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് കേട്ടോ ഒരു അരിപ്പെടുത്തിട്ട് ഞാനങ്ങനെ വാർത്തെടുത്തത്. ഇപ്പോൾ കണ്ടില്ലേ, രണ്ടാമത്തെ തവണ കഴുകിയപ്പോഴും ഇത്തിരി ചളി ഉണ്ടായിരുന്നു അതിൻ്റെ അടിഭാഗത്ത്. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം കഴുകിയപ്പോഴാണ് വെള്ളം നല്ല ക്ലിയറായിട്ട് വന്നത്. അങ്ങനെ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി പോകുന്നവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ഒരുപാട് ഒഴിക്കുന്നുണ്ട്, കാരണം ലീഫ് ഒരുപാടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും എണ്ണ ഒഴിച്ചത് കേട്ടോ. അതുപോലെ തന്നെ ലീഫ് ഒരുപാടുണ്ടായതുകൊണ്ടാണ് ഇത്രയും കടുക് ഇടുന്നത്. എണ്ണ നല്ല കണക്കിന് ചൂടായ സമയത്ത് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു 1.5 സ്പൂണൊക്കെ മതിയാകും. സാധാരണ ഇത്തിരി ഉള്ളുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ 1.5 സ്പൂണൊക്കെ മതിയാകും. അതേപോലെ തന്നെ എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എടുത്തത് കേട്ടോ. എരിവില്ല, പിന്നെ ക്വാണ്ടിറ്റിയും കൂടുതലാണല്ലോ ഇലേൻ്റെ. ഇല്ലെങ്കിൽ ഒരു 3 മുളകൊക്കെ മതിയാവുള്ളൂ കേട്ടോ. ജസ്റ്റ് മുളകൊന്ന് ചൂടായപ്പോൾ നമ്മൾ ഇല ഇട്ട് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അതങ്ങനെ നമ്മൾ ഇല ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ 2 ട്രിപ്പായിട്ടാണ് ഇട്ടത്. 2 ട്രിപ്പായെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒതുങ്ങിയതിന് ശേഷമാണ് അടുത്തത് ഇട്ടത്. കാരണം എന്താ വെച്ചാൽ ചട്ടിയിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ 2 ട്രിപ്പായിട്ട് ഇട്ട് കൊടുത്തത്. ഒരുമിച്ച് തന്നെ ഇട്ടാൽ മതി, വേറെ ഇരിക്കൊന്നും വേണ്ട. അത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ അത് ഒതുങ്ങി പോകും. അങ്ങനെ ഉപ്പിടുന്ന പ്രോസസ്സാണ്. ആദ്യമത്തെ റിവ്യൂവിൽ കണ്ടല്ലോ, ഉപ്പ് 3 സ്പൂണാണ് ഇട്ടത്. പക്ഷേ ഓവറായിരുന്നു. ഭയങ്കരമായിട്ട് ഓവറില്ല, പക്ഷേ എന്നാലും ഓവറായിരുന്നു. 3 സ്പൂണൊന്നും വേണ്ടിയിരുന്നില്ല, ഒരു 2 സ്പൂണ് മതി. അങ്ങനെ അതൊന്ന് തത്തിപ്പൊത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ അടച്ച് വെക്കുകയാണ്. ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഇലയിൽ തന്നെ ഇറങ്ങി വരുന്ന വെള്ളം ഉണ്ടാകും അത് വേവാനായിട്ട്. കണ്ടോ, ഇല വെന്തതിന് ശേഷം അതിൽ വെള്ളം ബാക്കി ഉണ്ടാകും. കുത്തി പൊളിച്ചെടുത്ത തേങ്ങയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. തേങ്ങയ്ക്ക് വില കൂടിയ സമയത്ത് കുറച്ച് അധികം വാങ്ങിയത് ഇവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഒത്തിരി കൂടി വെള്ളം ഇതിലുണ്ട്. നല്ല രീതിക്ക് വെള്ളം വറ്റട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ക്രഷ് ചെയ്യാൻ പോവാം. തേങ്ങ ക്രഷ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒറ്റയടിക്ക് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ ചിലപ്പം ബ്ലേഡിനൊക്കെ കംപ്ലയിൻറ്റ് വരും. അതുകൊണ്ടാണ് കുറേശ്ശെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് റിവേഴ്സ് ബട്ടൺ ഉണ്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തേങ്ങ ഏകദേശം പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മുളകൊക്കെ ഇട്ട് അരക്കുന്നുണ്ട്, അത് കാരണം ഒരുപാടൊന്നും പൊടിക്കൊന്നും വേണ്ട. അങ്ങനെ പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതൊന്ന് അരച്ചെടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ അത് അരഞ്ഞ് കിട്ടും കേട്ടോ. നല്ലോണം അരക്കൊന്നും വേണ്ട, ഒരു ചമ്മന്തി പരുവത്തിലൊക്കെ അരച്ചാൽ മതി കേട്ടോ. ക്രഷ് ചെയ്തെടുത്താൽ മതി, അതാണ് നല്ലത്. ഇത്തിരി കടിക്കാനുണ്ടായിക്കോട്ടെ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. വറ്റിയപ്പോൾ തന്നെ നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല കണക്കിന് വെന്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എന്നാലും നല്ല കണക്കിന് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരച്ചെടുത്ത പച്ചമുളക് കൂട്ടി അരച്ചെടുത്ത തേങ്ങ നമ്മൾ ഇതിലേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ലീഫിലേക്കും പിടിക്കട്ടെ, അതുപോലെ നല്ലോണം മിക്സ് ചെയ്യണം. നല്ല ഡ്രൈ ആവുന്നത് വരെ, വെള്ളമെല്ലാം നന്നായിട്ട് വറ്റുന്നത് വരെ നമുക്ക് അങ്ങനെ ആക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നമ്മൾ ജിനിക്കുട്ടിനെ തന്നെയാണ് കേട്ടോ വിളിച്ചത്. റിവ്യൂ പറയുമ്പോൾ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ പറയുള്ളൂ എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഉപ്പും കൂടിയുണ്ട് ഈ സംഭവം, ചെറുതായിട്ട് അതിനെന്തെങ്കിലും ചെയ്താൽ. അപ്പോൾ ഉപ്പിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.